ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തിനേറെ നന്ദി പറഞ്ഞുകൊണ്ടും നമുക്ക് ഇന്നത്തെ കൃപയുടെ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. കൃപയുടെ വലിയൊരു അനുഗ്രഹം ഒഴുകാൻ വേണ്ടി കർത്താവിൻ്റെ വചനം, കൃപയുടെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് നിറയ്ക്കാം. ആത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം നമ്മൾ സംഭവിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഇന്നും നമ്മളൊരു വലിയൊരു അത്ഭുത സാക്ഷ്യം നമ്മൾ കേൾക്കുകയാണ്. ദൈവത്തെ കൊടാനുകൂടി നന്ദിയോടെ കണ്ടുകൊണ്ട് തമ്പുരാൻ്റെ മഹത്വം. നമ്മുടെ ദൈവം സൗഖ്യം നൽകുന്ന ദൈവമാണ്, വിടുതൽ നൽകുന്ന ദൈവമാണ്. ലൂക്ക 1:37 ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ദൈവത്തിന് എന്ത് സാധിക്കും? നമ്മുടെ കർത്താവായ ഈശോയ്ക്ക് എന്ത് സാധിക്കും? സങ്കീർത്തനം 33 പറയുന്ന പോലെ, ആരോട്ട് വചനത്തിൽ പറയുന്നത് പോലെ, നമ്മുടെ കർത്താവായ യേശുവിനെ ദൈവമായി സ്വീകരിച്ച ജനത ഭാഗ്യമുള്ളവരാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ ദൈവമായി സ്വീകരിച്ച ജനത ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിക്കാം. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഈ സാക്ഷ്യം ഒരു ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ള ഗൗരവമേറിയ രോഗത്തെ അടിമപ്പെട്ട ഒരു വ്യക്തിയിൽ നമ്മുടെ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതമാണ് നമ്മൾ കേൾക്കുക. എൻ്റെ പേര് ജോൺസൺ. 5 വർഷം മുമ്പ് എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി രോഗമുണ്ടെന്ന് കണ്ടെത്തി. പല മരുന്നുകളും മാറി മാറി പരീക്ഷിച്ചിട്ടും പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ രോഗത്തിന് ഫലപ്രദമായ മരുന്നുകൾ ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. പല അവസരങ്ങളിലും രോഗാവസ്ഥ കൂടുകയും ഏറെ അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ഈ രോഗം മൂലം വിദേശത്തെ ജോലിക്കായുള്ള സാധ്യതകൾ പലതവണ പാഴായി പോവുകയും കൂടി ചെയ്തതോടെ ഞാൻ ഏറെ മനോവിഷമത്തിലായി. അങ്ങനെ ഇരിക്കെ ഭാര്യ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിലെത്തി കൃപാഭിഷേക കൺവെൻഷൻ തുടർച്ചയായി പങ്കെടുക്കുകയും എൻ്റെ എല്ലാ വേദനകളും പ്രതിസന്ധികളും രോഗങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു. ജൂൺ മാസത്തെ കൃപാഭിഷേക കൺവെൻഷനിൽ പങ്കെടുക്കവേ ദിവികാരുണ്യ ആരാധനയുടെ ഇടയിൽ ആദ്യമേ തന്നെ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ജോൺസൺ എന്നൊരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഇത് കേട്ടപ്പോൾ എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തി കഴിഞ്ഞുവെന്ന് വിശ്വസിച്ച് നന്ദി പറഞ്ഞ് ഞാൻ ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോ വലിയ അത്ഭുത സൗഖ്യം നൽകിയ സമയമായിരുന്നു അത്. പിന്നീട് ഹോസ്പിറ്റലിലെത്തി രക്തപരിശോധന നടത്തിയപ്പോൾ 5 വർഷമായി എന്നെ അലട്ടിയിരുന്ന ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗം പൂർണ്ണമായി എന്നിൽ നിന്ന് നീങ്ങിപ്പോയിരിക്കുന്നതായിട്ട് കണ്ടെത്തി. എൻ്റെ ദുരവസ്ഥയിൽ എന്നോട് വലിയ കരുണ കാണിച്ച് എന്നെ സുഖപ്പെടുത്തിയ എൻ്റെ കർത്താവായ ഈശോയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു. എൻ്റെ കർത്താവായ ഈശോയാണ് ഈ വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതെന്ന് ഞാൻ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നുവെന്ന് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. ജോൺസൺ ജോസഫ് എന്നൊരു മകൻ എഴുതിയിരിക്കുകയാണ്. ദൈവത്തിന് കൊടാനുകൂടി നന്ദി നമുക്ക് അർപ്പിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്നത്തെ ഈ കൃപയുടെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട വചനം, കർത്താവ് നമുക്ക് നൽകുന്ന വചനം ഹൃദയം തുറന്ന് നമുക്ക് കേൾക്കാം. എസെക്കിയേലിന്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. 6-ാം വർഷം 6-ാം മാസം 5-ാം ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. എൻ്റെ മുമ്പിൽ യൂദയായിലെ ശ്രേഷ്ഠന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് എസെക്കിയേൽ പ്രവാചകൻ്റെ അനുഭവമാണ്. അപ്പോൾ അവിടെ വെച്ച് ദൈവമായ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. ഞാൻ നോക്കി, അതാ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം. അവൻ്റെ അരക്കെട്ടുപോലെ തോന്നിയ ഭാഗത്തിന് താഴെ അഗ്നിയും അരക്കെട്ടിന് മുകളിൽ തിളങ്ങുന്ന ഓടിൻ്റേതുപോലെയുള്ള ശോഭയും. കൈപോലെ തോന്നിയ ഭാഗം നീട്ടി അവൻ എൻ്റെ മുടിക്കു പിടിച്ചു. ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യത്തിലേക്ക് ഉയർത്തി. ആ ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങളിൽ എന്നെ ജെറുസലേമിൽ അകത്തെ അങ്കണത്തിൻ്റെ വടക്കേ വാതിക്കലേക്ക് എന്നെ കൊണ്ടുപോയി. അസൂയ ജനിപ്പിക്കുന്ന അസൂയാവിഗ്രഹത്തിൻ്റെ പീഠം അവിടെ ഉണ്ടായിരുന്നു. അതാ അവിടെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം സമതലത്തിൽ വെച്ച് ഞാൻ കണ്ട ദർശനത്തിൻ്റേതുപോലെ തന്നെ ആയിരുന്നു അത്. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക. ഞാൻ വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി. അതാ ബലിപീഠത്തിൻ്റെ വാതിൽക്കൽ വടക്ക് വശത്ത് അസൂയാവിഗ്രഹം നിൽക്കുന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് നീ കാണുന്നുണ്ടോ?
എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നെ തുരത്തുവാൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ലേച്ഛതകൾ നീ കാണുന്നുണ്ടോ? ഇതിനേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ ഇനിയും കാണും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദേവാലയത്തിൽ അസൂയാ വിഗ്രഹം ഇരിക്കുന്ന ഒരു സംഭവമാണ് ദർശനത്തിലൂടെ, വെളിപാടിലൂടെ എസെക്കിയേൽ എന്ന കർത്താവിൻ്റെ പുരോഹിതന് ലഭിച്ചത്. വലിയൊരു സംഭവമാണിത്. എസെക്കിയേൽ ഇവിടെ 2 സംഭവങ്ങളും ഒരുമിച്ച് നമ്മൾ ധ്യാനിക്കുക. ഒന്ന്, പ്രവാചകനിൽ ആത്മാവ് നിറഞ്ഞിരിക്കുന്നൊരവസ്ഥ. പ്രവാചകനിൽ കർത്താവിൻ്റെ കരം വരുമ്പോൾ പ്രവാചകൻ ദൈവത്തെ കാണുന്നു, ദൈവിക ദർശനങ്ങൾ കാണുന്നു. ഈ പ്രവാചകനെ കൊണ്ട് ദൈവം ജെറുസലേം ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. ശരിക്കും ഇവൻ ഇരിക്കുന്നത് ഇവൻ്റെ വീട്ടിലാണ്, പക്ഷെ അവിടെ നിന്നും ഇവൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നേരെ ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട് ദൈവജനത്തിൻ്റെ മ്ലേച്ഛതകൾ, പാപങ്ങൾ മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ശേഷം നമ്മൾ എസെക്കിയേൽ 10-ാമത്തെ അധ്യായം, ഇത് 8-ാം അധ്യായമാണ്, 9, 10-ാമത്തെ അധ്യായം കാണുമ്പം അറിയാൻ പറ്റും. ദേവാലയത്തിൽ നിന്ന് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങിപ്പോകുന്ന കാണും. ദേവാലയം വിട്ടുപോകുന്ന സംഭവം പോലും കാണും. ദൈവ സാന്നിധ്യം ഇറങ്ങിപ്പോകുന്നു. അപ്പം ഇതിനെല്ലാം കാരണം, വ്യക്തമായ കാരണം, ദൈവമായ കർത്താവ് എസെക്കിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുക. അതായത് ദൈവസന്നിധി, ദേവാലയത്തിൽ നിന്ന് ദൈവമഹത്വം ഇറങ്ങിപ്പോകാനുള്ള കാരണം ആ ദേവാലയത്തിൽ ഒരു അസൂയ വിഗ്രഹം കുടികൊള്ളുന്നു. അത് ഇരിക്കുന്നത് അവർ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുക. അവർ ഒളിച്ചു വച്ചിരിക്കുന്ന വിഗ്രഹത്തെ, അസൂയയുടെ വിഗ്രഹത്തെ ഇവിടെ പ്രവാചകന് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ ആത്മാവ് നിറയണം. നമ്മളൊക്കെ ഈ എസെക്കിയേൽ പ്രവാചകനെ പോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളാണ്. അപ്പോഴേ നമുക്ക് ദൈവത്തിൻ്റെ ദൈവത്തിന് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ സംസാരിക്കാൻ പറ്റും, ദൈവം നമുക്ക് ദർശനങ്ങൾ തരാൻ പറ്റുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കുക, എസെക്കിയേൽ പ്രവാചകനെ പോലെ ആത്മാവിൽ നിറഞ്ഞ ധാരാളം ദൈവമക്കൾ, കർത്താവിൻ്റെ അഭിഷിക്തർ ഈ കാലഘട്ടത്തിലുണ്ടാകട്ടെ. എന്നിട്ട് അവർ ദൈവജനത്തെ അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് കരകയറ്റട്ടെ. ഈ തലമുറയിൽ ഒരുപാട് ദുരന്തങ്ങൾ കാണാം. ഓരോ കുടുംബങ്ങൾ ചിലപ്പോൾ കാണാം, വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ദൈവം ഇറങ്ങിപ്പോയൊരനുഭവം. ചില മക്കളെ കാണും, പറയാം, അഭിഷേകം നഷ്ടപ്പെട്ടു പോയ മക്കൾ. അവർ സംസാരം തെറിവിളിക്കുന്നു, ചീത്ത പറയുന്നു, വ്യഭിചാരം, മ്ലേച്ഛത, അഹങ്കാരം, മദ്യപാനം. ദൈവമഹത്വം അവനെ വിട്ടുപോയിട്ടുണ്ട്, അവൻ തന്നെ അറിയുന്നില്ല. അവനൊക്കൊന്ന് പണമുണ്ടെങ്കിൽ ദൈവം ഉണ്ടെന്നാണ് ചിലരുടെ വിചാരം. ഒരു കാര്യമില്ല, പണമുണ്ടെങ്കിലും ദൈവം കൂടെ ഉണ്ടാകണമെന്ന് യാതൊരു നിയമവും ഇല്ല. ദൈവം കൂടെ ഉണ്ടാകണമെങ്കിൽ വിശുദ്ധി വേണം, വിശുദ്ധി വേണം, അല്ലാണ്ട് ദൈവം കൂടെ നിൽക്കില്ല. അവിടെ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ഇവിടുത്തെ സംഭവം, ഈ വചനം വായിക്കും കണ്ടുമുട്ടുന്ന ഒരു അസൂയയുടെ വിഗ്രഹം. ഈ കാലഘട്ടത്തിലെ ഒരു വലിയൊരു പൈശാചിക ബന്ധനമാണ് അസൂയയുടെ, തിന്മയുടെ അരുവി. ബൈബിളിൽ കാണാൻ പറ്റും അസൂയ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രവർത്തികൾ, ഒരുപാട് ആത്മീയ മനുഷ്യരെ പോലും അസൂയ മൂത്ത് നശിപ്പിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ ബൈബിളിൽ തന്നെ നമ്മൾ ഒരുപാട് കണ്ടുമുട്ടുന്നുണ്ട്. അതിലെ ഒരു സംഭവമാണ് പഴയ നിയമത്തിൽ യാക്കോബിന് തന്നെ ഉണ്ടാകുന്നത്. യാക്കോബ് ഇസ്ഹാക്കിൻ്റെ അടുത്ത് നിന്ന് ഓടി പോകുന്ന സംഭവമുണ്ട്. എന്നിട്ട് ലാബാൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നുണ്ട്. 10-23 വർഷങ്ങളോളം അവിടെ താമസിക്കുമ്പോൾ അവന് സമ്പത്തും എല്ലാം കൂടിക്കഴിയുമ്പോൾ അവനെ വളർത്തിയ ലാബാന് തന്നെ ഇവനോട് അസൂയ കയറുന്നത് കാണാൻ പറ്റും. ലാബാൻ ഇവനെ പീഡിപ്പിക്കുന്നത് കാണാൻ പറ്റും. അസൂയ, അവൻ്റെ വളർച്ച, അവൻ്റെ ആത്മീയ വളർച്ച, ഭൗതിക വളർച്ച, ദൈവം അവനെ അനുഗ്രഹിക്കുന്നത് കണ്ടിട്ട് അവനോട് അസൂയപ്പെടുന്നത് കാണാൻ പറ്റും. അതോടൊപ്പം നമ്മൾ കാണാവുന്നതാണ് യാക്കോബിൻ്റെ 12 മക്കളിൽ ജോസഫിന് ദൈവത്തിൻ്റെ ദർശനം കിട്ടി, ദൈവത്തിൻ്റെ വെളിപാടുകൾ കിട്ടുന്നത് അവൻ തൻ്റെ അപ്പനോടും സഹോദരങ്ങളോടും പങ്കുവയ്ക്കുമ്പോൾ സഹോദരങ്ങൾക്ക് അവനോട് അസൂയ കയറുന്നത് കാണാൻ പറ്റും. എന്നിട്ട് അവനെ പൊട്ടക്കിണറ്റ് തള്ളിയിടുന്നതും അവിടുന്ന് പിന്നെ അവനെ പുറത്ത് കൊണ്ടുവന്ന് ഈജിപ്തുകാർക്ക് വിൽക്കുന്നതും അവനെ നാട്ടിൽ തന്നെ ഓടിക്കുന്നതും അവനെ പീഡിപ്പിക്കും. അസൂയയുടെ ഒരു പൈശാചിക ശക്തിയാണ്. ആ യാക്കോബിൻ്റെ 11 സഹോദരങ്ങൾ നിറഞ്ഞു നിന്നത് ഈ അസൂയയുടെ സ്പിരിറ്റാണ് നിന്നത്. പക്ഷേ എന്നിട്ട് ഇവനോട് പോവുകയാണ്, അവനെ അടിമ അവിടെ കൊണ്ട് വെക്കുകയാണ്. അവിടെ എല്ലാം തകർക്കുന്നത് കാണാൻ പറ്റും. അസൂയയുടെ വലിയൊരു സംഭവം കാണാൻ പറ്റും. മോശയിൽ പോലും കാണാൻ പറ്റും. മോശ ദൈവജനത്തെ അത് ശക്തമായിട്ട് സംരക്ഷിച്ച് വളർത്തുമ്പോൾ, നയിക്കുമ്പോൾ ഇത് കാണുന്ന കൂടെയുള്ള ആളുകൾക്ക് തന്നെ അസൂയ കയറുന്നത് കാണാൻ പറ്റും. പിറുപിറുക്കുന്ന കാരണം മോശയ്ക്കെതിരെയും അഹറോനെതിരെയും ജനം തിരിഞ്ഞെന്ന് പറയുന്നത് കാണുന്നുണ്ട്.
കാരണം ജനം മുഴുവൻ തന്നെയും ജനത്തിൽ ഒരു ഭാഗം ആളുകൾ തിരിയുന്ന കാണാൻ പറ്റും. അതിൻ്റെ കാരണം ഇതാണ്, മോശയുടെ കൂടെ ദൈവജനം നിൽക്കുന്നു, ദൈവം അവരെ നയിക്കുന്നു. ഈ അനുഭവം കാണുമ്പോൾ അസൂയയുടെ സംഭവം കാണാൻ പറ്റും. അതുപോലെ മോശയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ മോശയുടെ വളർച്ചയിൽ, ഉയർച്ചയിൽ, അഭിഷേകത്തിൽ, ദൈവം അനുഗ്രഹിച്ചതിൽ അസൂയപ്പെടുന്ന ഒരു ജനതയെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനമുണ്ട്. ഈ ഗോത്രപിതാക്കന്മാർ അസൂയ കൊണ്ട് ജോസഫിനെ ഈജിപ്തുകാർക്ക് വിൽക്കുന്നുണ്ട്. ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ മോശയെക്കുറിച്ചും പറയുന്നുണ്ട്. മോശയോടും അവർക്ക് അസൂയ ഉണ്ടാകുന്നുണ്ട്. മോശയ്ക്കെതിരെ ഇവർ നീങ്ങുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകം മുഴുവൻ ഇന്ന് കാണുന്നൊരു തിന്മയുടെ അരൂപിയാണ് അസൂയയുടെ പൈശാചിക ശക്തി. കുടുംബങ്ങളെ പോലും കാണാം, മാതാപിതാക്കളുടെ ഇടയിൽ പോലും കാണാം അസൂയയുടെ മേഖല കാണാം. അയാൾക്ക് സഹോദരങ്ങളുടെ പോലും അസൂയയുടെ ആത്മാവ്. അപരൻ്റെ അത് ഭൗതിക വളർച്ചയാകട്ടെ, ആത്മീയ വളർച്ചയാകട്ടെ, എന്തു വളർച്ചയാകട്ടെ, അതിനെ തകർക്കുന്നതാണ്. ലോകത്തിലെ വിമർശനങ്ങളുടെ മുന്നിൽ പലരും ഞാൻ പറഞ്ഞ സത്യമല്ലേ, ഞങ്ങൾ ശരിയല്ലേ, കാരണം വേറൊന്നുമില്ല, വളരുന്ന ഒന്നിനെ നശിപ്പിച്ച് ഇല്ലാതാക്കുക, തകർക്കുക, ഈ തിന്മയുടെ ശക്തികൾ ലോകത്ത് കൂടിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ വളർച്ചയിൽ ചിലപ്പോൾ അസൂയയോടെ കാണുന്ന ഭാര്യയുടെ വളർച്ചയിൽ പോയി ചിലപ്പോൾ അസൂയപ്പെടുന്ന ഭർത്താവ്, അല്ലെങ്കിൽ മക്കളുടെ വളർച്ചയിൽ അസൂയപ്പെടും, സഭയുടെ വളർച്ചയിൽ അസൂയ നോക്കുന്ന ആളുകളുണ്ട്. അസൂയ കേൾക്കുന്നുണ്ട്. സഭ വളരുമ്പോൾ, ദൈവജനം വളരുമ്പോൾ, ദൈവജനം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, ധ്യാനങ്ങൾ കൂടുമ്പോൾ, ധ്യാനിപ്പിക്കുന്ന ആൾ എല്ലായിടത്തും കാണാൻ പറ്റും. വളരെ ആത്മീയ വളർച്ചകളിലൂടെ പോകുന്ന മക്കളെ പോലും അസൂയ കണ്ടിട്ട് അവരെ പീഡിപ്പിക്കുന്ന, അവരെ തകർക്കുന്ന, അവരെ ഒറ്റപ്പെടുത്തുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അവരെ നശിപ്പിക്കുന്ന രഹസ്യവും പരസ്യവുമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാണാൻ പറ്റും. കുടുംബങ്ങളിൽ പോലും ഇതൊരു അസൂയയുടെ വിഗ്രഹം. ഈ സ്പിരിറ്റ് ഇന്ന് ലോകം മുഴുവൻ തന്നെ ഒരുപറ്റം ആളുകൾ ഇത് ശക്തമായിട്ട് കുറിക്കും. നമ്മളെല്ലാം ഉണ്ട്, നമ്മളെല്ലാം ഇത് അതിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടാന്ന് ചെറുതും വലുതുമായ രീതിയിൽ അസൂയ കയറി പിടിക്കും. ഈ അസൂയ നമ്മളെ അത് സാത്താൻ്റെ ഒരു ശക്തിയാണത്, സാത്താൻ്റെ അരൂപി. അത് നമ്മളെ നീങ്ങിപ്പോകാൻ നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഇതുപോലെ നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കത്തില്ല, മറ്റുള്ളവരെ ബഹുമാനിക്കത്തില്ല, സ്വീകരിക്കത്തില്ല, മുഴുവൻ വിമർശനാത്മകമായിട്ട് അപ്പോൾ ഒരുപാട് പേര് വിധിക്കും നമ്മൾ. അതാണ് റോമാലേഖനം 2:1-3 വരെയുള്ള വചനമുണ്ട്. നിങ്ങൾ ആരെയും വിധിക്കരുത്, വിധിച്ചാൽ നിങ്ങളും വിധിക്കപ്പെടും. അപരൻ്റെ വീട് കാണുമ്പോൾ അസൂയ, അപ്പം എനിക്ക് അസൂയ കയറിയിട്ട് തിന്മ ചെയ്ത് കൂട്ടുന്ന കാണാൻ പറ്റും, പാപം ചെയ്ത് കൂട്ടുന്ന കാണാം. ഇതൊരു അടിസ്ഥാന പാപമാണിത്, ഒരു മൂലപാപമായിട്ട് കിടക്കുന്നത് അസൂയ എന്നുള്ള തിന്മ കിടക്കും. അപ്പം ഈ അസൂയ കയറിയവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അവർക്ക് വിശുദ്ധിയിലേക്ക് വരാൻ പറ്റില്ല, വിശ്വാസത്തിൻ്റെ ജീവൻ നയിക്കാൻ പറ്റില്ല, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല, സഹോദരങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല, ആർക്കും കൊടുക്കുകയില്ല, അവർ പങ്കുവയ്ക്കില്ല, സമ്പത്ത് പങ്കുവയ്ക്കുകയില്ല. അസൂയ വേറൊത്തും വളരരുത്, സപ്പോർട്ട് ചെയ്യില്ല, സഹായിക്കില്ല. അസൂയയുടെ സ്പിരിറ്റ് കയറി കിടക്കുക. അപ്പോൾ അത് ലോകം മുഴുവൻ പെരുകുക. വസ്ത്രധാരണയൊക്കെ നടത്തുമ്പോൾ അസൂയ കയറുന്ന കാണാം, എല്ലാ മേഖലയും കാണാൻ പറ്റും. ഇതൊരു തിന്മയുടെ ശക്തിയാണ്. വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ കാരണം അതാ, അപരൻ്റെ വളർച്ചയാണ് കാരണം. അയൽവക്കത്ത് വീട് പണിതാണ് വീട്ടിലെ പ്രശ്നത്തെ കാരണം. അയൽവക്കത്തെ കല്യാണം നടന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലെങ്കിൽ അവന് ഒരു കുഞ്ഞിനെ കിട്ടിയതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ കുഞ്ഞില്ലാത്തതിലെ പ്രശ്നം. അവന് കുഞ്ഞുണ്ട്, അവക്ക് കുഞ്ഞുണ്ട്. ഇതുകൊണ്ട് ഈ അസൂയ കയറിയിട്ട് അതൊരു അപകർഷതാബോധമായിട്ട് മാറി, നിരാശയായിട്ട് മാറി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം ഉറപ്പ്, ദൈവാനുഭവം ഉള്ളവൻ, ദൈവത്തെ സ്വന്തമാക്കിയവൻ, യേശുവിനെ സ്വന്തമാക്കിയവൻ, യേശുവിനെ അനുഭവിച്ചവന് അസൂയയുടെ ആവശ്യമില്ല. നമുക്ക് ഈ അസൂയ ഉണ്ടാകുന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുമ്പോൾ, നമ്മൾ ചെറുതാണെന്നുള്ള വിചാരം വരുമ്പോൾ, ഞാൻ കഴിവില്ലാത്തവനാണ്, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് പണമില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് നേട്ടമില്ല, നല്ല വീടില്ല, നല്ല നേട്ടങ്ങളില്ല, ഒന്നും കിട്ടിയിട്ടില്ല, ഈ ചിന്ത മനസ്സിൽ കിടക്കുന്നുണ്ട്. എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് പാഠമില്ല, നന്നായിട്ട് സംസാരിക്കാൻ കഴിയില്ല. ഇത് ചിന്തയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വില വെക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചല്ല. നമ്മുടെ വിലയിരിക്കുന്നത് നമ്മുടെ ഉള്ളിലൊരു ദൈവമുണ്ട്, കർത്താവായ ഈശോ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അത് മതി നമുക്ക്, വേറൊന്നിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം, മോശ ഇറങ്ങിപ്പോകുമ്പോൾ മോശ വിക്കനായിരുന്നു. അവൻ്റെ സംസാരത്തിന് വിക്കുണ്ടായിരുന്നു. സംസാരമൊന്നും ക്ലിയർ അല്ല, അവൻ്റെ പറഞ്ഞ വ്യക്തതയൊന്നുമില്ല. പക്ഷേ അവൻ്റെ ധൈര്യവും അവൻ്റെ വലിപ്പം എന്താണെന്ന്
എന്നറിയോ? മോശയുടെ ശരീരത്തിൻ്റെ വലിപ്പമല്ല, കഴിവിൻ്റെ വലിപ്പമല്ല, അവൻ്റെ വലിപ്പം, അവൻ്റെ കൂടെ ദൈവമെന്നൊരാളുണ്ടായിരുന്നു, കർത്താവ് എന്നൊരു ആളുണ്ടായിരുന്നു. സത്യദൈവമുണ്ട്, ഈ സർവ്വപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ കൂടെ ഉണ്ട്. അതായിരുന്നു അവൻ്റെ സമ്പത്ത്, അവൻ്റെ നേട്ടം. അതാണ്. എല്ലാ വിശുദ്ധരെയും പഠിച്ചു. അവരിലും വലിയ കഴിവുള്ളവരല്ല, ലോകദൃഷ്ടിയിൽ പാഠവങ്ങളുള്ളവരല്ല, നമ്മളെപ്പോലെ വിദ്യാഭ്യാസത്തിനോ അതിനൊന്നും പ്രാധാന്യം കൊടുത്തവരല്ല. അവരുടെ കൂടെ ദൈവമുണ്ടായിരുന്നു. അതാണ് അവരുടെ മുഖത്തൊരു ആനന്ദം. മുഖത്ത് ആനന്ദമുള്ളത് അവർ ദൈവത്തെ സ്വന്തമാക്കിയവർ, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയവർ. അവരുടെ മുഖത്ത് ദൈവമുണ്ടായിരുന്നു, അവർ കൂടെ ദൈവമുണ്ടെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു, അവർ തനിച്ചല്ലെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. അവർ കൂടെയുള്ളവരെല്ലാവരും അവർ പീഡിപ്പിക്കുമ്പോഴും അവർക്കൊരു ധൈര്യവും ആനന്ദവും ആഹ്ലാദവും ഉണ്ടായിരുന്നു. കാരണം അവരുടെ കൂടെ ദൈവമുണ്ട് എന്നുള്ള ഒരു തികഞ്ഞ ബോധ്യം ഉണ്ടായിരുന്നു. ദൈവമെന്ന ബോധ്യം കിട്ടാത്തവർ ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ അവന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതൊക്കെ വേണ്ടേ? ആളുകളുടെ പിടിച്ചു നിൽക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം, നമ്മൾ ദൈവമുണ്ട്, അത് അനുഭവം കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. പരിശുദ്ധാത്മാവ് നിറയണം. പരിശുദ്ധാത്മാവ് നിറയണം എന്തെങ്കിലും അറിയാവോ? നമ്മൾ പ്രാർത്ഥിക്കണം, വചനം വായിക്കണം, വിശുദ്ധ കുർബാനയിലേക്കൊക്കെ പോകണം. നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം. ഓരോ വചനവും കണ്ണും പൂട്ടി വിശ്വസിക്കണം. വിശ്വസിച്ച് ദൈവം കൂടെയുള്ളവന് വേറെ നിൻ്റെ ആവശ്യമില്ല. അവൻ ബാക്കിയുള്ള ചപ്പാട്. പൗലോസിന് ദൈവാനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, പൗലോസ് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞപ്പോൾ, ഈശോയെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ, ഈശോയെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞൊരു വാക്കെന്താ? ഫിലിപ്പി ലേഖനത്തിൻ്റെ 3:8 എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവ്വവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. അവനെപ്രതി ഞാൻ സർവ്വതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കാണുകയുമാണ്. ദൈവാനുഭവം ഉള്ളവന് ഈ ലോകത്തിലെ എല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവന് ഉച്ഛിഷ്ടമാണ്. പൗലോസിന് അതൊക്കെ ഒരു ഉച്ഛിഷ്ടമായി. റോമൻ സിറ്റിസൺ ആയിരിക്കും, ഒരു ഉച്ഛിഷ്ടമായി. ഹെബ്രായൻ എന്ന് ജനിച്ച ഹെബ്രായൻ ഉച്ഛിഷ്ടം പോലെ. അവനൊന്നൊരു വേസ്റ്റായിട്ട്, ചപ്പും ചവറായിട്ടാണ്. ഇതൊന്നും കാര്യമില്ലെന്നേ, ഇതൊന്നും വിലയില്ലെന്നേ, ഇതൊന്നും വലുതല്ലെന്നേ, ഇതൊന്നും വലുതല്ല, ഈ കെട്ടിടമൊന്നും വലുത്, ഇതൊന്നും വലുത്. അവനല്ല ഉപേക്ഷിക്കുക, കാരണം അതല്ല വലുത്. യേശുക്രിസ്തുവാണ് വലുതെന്ന് അവൻ അനുഭവിച്ചപ്പോൾ ബാക്കിയെല്ലാം ചെറുതായിപ്പോയി. ഈശോയെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ബാക്കിയെല്ലാം ചെറുതായിപ്പോയി. ഈശോയെ കണ്ടുമുട്ടാത്തവന് ബാക്കിയെല്ലാം ഒന്ന് വലുതാണ്. അതുകൊണ്ട് പള്ളിയിൽ പോയതുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ അവിടെ ഇവിടെയും പോകുന്നതൊക്കെ നല്ലത്, എല്ലാം നല്ലത്, ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഈ പോയ വഴി വെച്ച് ദൈവത്തെ കണ്ടുമുട്ടിയോന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. കാരണം കണ്ടുമുട്ടിയാൽ അതൊക്കെ ചെറുതാകും. അമേരിക്കയിൽ പോകുന്നതൊക്കെ ചെറിയ കാര്യമാകും, ഇംഗ്ലണ്ടിന് പോകുന്നതൊക്കെ ചെറിയ കാര്യമാകും, വലിയ തസ്തികകളൊക്കെ ചെറുതായി മാറും, സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ചെറുതായിട്ട് മാറും, കഴിവുകളെക്കുറിച്ച് ചിന്തകളൊക്കെ വലിപ്പം പറയുന്നതൊക്കെ ചെറുതാവും. ഒറ്റക്കായി അതൊന്നും ചെറുതാകാത്തതിന് അതിന് വലുതായിട്ട് നിൽക്കുന്നതും അത് വലിയ കാര്യമായിട്ട് വലിയ കാര്യം. അത് ഈശോയെ കണ്ടുമുട്ടാത്തത് കൊണ്ടാ, ഉത്ഥിതനെ കണ്ടുമുട്ടാത്തത് കൊണ്ടാ. ഇന്നും ജീവിക്കുന്നവനായ നസ്രായനായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാതെ അതൊന്നും ചെറുതാകില്ല. അതിനൊക്കെ മുറുകെ പിടിക്കാം. അതിനുവേണ്ടി മാത്രമായിരിക്കും ചിലപ്പം ജീവിതം മുഴുവൻ സമർപ്പിക്കുന്നത്. പ്രാർത്ഥനക്കാരുൾപ്പെടെ, എല്ലാവരും ഉൾപ്പെടെ. പ്രാർത്ഥനക്കാരായതുകൊണ്ട് ദൈവത്തെ അനുഭവിക്കണം യാതൊരു നിർബന്ധവുമില്ല. ദൈവത്തെ അറിയാനിടയാകട്ടെ. എൻ്റെ ഈശോയെ, അങ്ങേ എനിക്ക് അനുഭവമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചേ. അങ്ങേ അനുഭവിക്കാൻ ഉത്ഥിതനെ, ഇന്നും സഭയിൽ ഹൃദയത്തിലിരിക്കുന്ന ഉത്ഥിതനായ ഈശോയെ, അങ്ങേ ഒന്ന് അനുഭവിക്കാനുള്ള കൃപ തരണമേ. അങ്ങനെ ലോകം മുഴുവനും എനിക്ക് ചെറുതായി മാറട്ടെ, അങ്ങ് എനിക്ക് വലുതായി തീരട്ടെ. ഇന്നത്തെ ആരാധന സമയത്ത് വലിയൊരു വിടുതൽ ഇവിടെ ഉണ്ടാകട്ടെ. അസൂയയുടെ വിഗ്രഹങ്ങൾ, എല്ലാത്തരം അസൂയ ഉള്ളിൽ നിന്ന് എടുത്ത് മുഴുവൻ കളഞ്ഞ. അപ്പോഴാണ് നമ്മുടെ വിമർശന സ്വഭാവം. കുറ്റം പറച്ചിൽ നിൽക്കണമെങ്കിൽ അസൂയ നിൽക്കണം. അസൂയ ഉള്ളവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, വിമർശിച്ചുകൊണ്ടിരിക്കും, അവനിങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കും. അസൂയാണ്. അസൂയുള്ളവൻ എപ്പോഴും മറ്റുള്ളവരിൽ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടുകൊണ്ടിരിക്കും. കൃപയോ അസൂയ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ മറ്റുള്ളവർ നന്മയെ കാണാൻ പറ്റുള്ളൂ, അല്ലെ പിന്നെ എപ്പോഴും നെഗറ്റീവ് കാണും. അസൂയ, ഈ സ്പിരിറ്റ് നമ്മളെ വിട്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണേ. മഹാഭാവിയ എൻ്റെ മേ കരുണയായിരിക്കണേ. ഞങ്ങളുള്ള എല്ലാ അസൂയ എടുത്തു മാറ്റി അങ്ങയുടെ ഹൃദയം കൊണ്ട് തരണേ. കർത്താവെ, തുല്യമായിട്ട് അനുഭവിക്കാൻ പറ്റാത്തത് ശരിക്കും ഞങ്ങളിന്ന് പ്രശ്നം ഞങ്ങൾ അങ്ങയെ പൗലോസ് അനുഭവിച്ചവർ അനുഭവിച്ചിട്ടില്ല. ആ അനുഭവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കർത്താവെ, അങ്ങയെ കണ്ടുമുട്ടാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശക്തമായിട്ട് ദൈവത്തെ നമുക്കിപ്പോൾ ആരാധിച്ച് മഹത്വപ്പെടുത്താം.
കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപത്താണ്. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, 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 ഈശോയേ, ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, എല്ലാ മക്കളുടെയും കണ്ണുനീരുകൾ അങ്ങേക്ക് തരുന്നു. തകർന്ന കുടുംബ ജീവിതങ്ങളെ അങ്ങോട്ട് ചേർത്ത് വെക്കുന്ന കർത്താവേ, മുറിവേറ്റ മക്കളെ ചേർത്ത് വെക്കുന്ന കർത്താവേ, രോഗികളെ മുഴുവൻ സമർപ്പിക്കുന്നു. രോഗികളായ കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന മാതാപിതാക്കളെ കർത്താവേ നിനക്ക് ഞാൻ തരുന്നു. ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ബാധിച്ച് വേദനയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും കണ്ണുനീരുകളെയും കർത്താവേ ഈ ആരാധനയിൽ ചേർത്ത് വെക്കുന്നു. ഈശോയെ, വിവാഹമോചനത്തിന്റെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങളെ തരുന്ന ജീവിത പങ്കാളിയിൽ നിന്ന് പീഡനമേറ്റ് വിവാഹമോചനത്തിന്റെ വക്കിൽ നിൽക്കുന്ന നിരവധി കുടുംബജീവിതങ്ങളെ കർത്താവേ നിനക്ക് ചേർത്ത് വെക്കുന്നു. പാപത്തിന് അടിമ വേല ചെയ്തുകൊണ്ട് കഴിയുന്ന മക്കളെ തരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മക്കളെ തരുന്ന മാതാപിതാക്കളെ ഓർത്ത് ദൈവമേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടതിന്റെ തീരാത്ത വേദനയിൽ കഴിയുന്ന എല്ലാ മാതാപിതാക്കളെ തരുന്നു. ദൈവമേ, വലിയ പ്രതിസന്ധികളിൽ സഹനത്തിൽ കഴിയുന്ന ഓരോ ജീവിതങ്ങളെ, യുവാക്കൾ, യുവതികള്, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന മുഴുവൻ മക്കളെ, ഭയത്തിനടിമപ്പെട്ട് കഴിയുന്ന മക്കളെ അത് നിനക്ക് തരുന്നു. എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ പീഡയിൽ അടിമത്തത്തിൽ കഴിയുന്ന മക്കളെ ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുനീരോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ സമയമാണ്, അനുഗ്രഹിക്കുന്ന സമയം. ഓരോ വ്യക്തിയിലേക്കും ശരീരത്തിലൂടെ ശക്തി കൊടുക്കും. ഓരോ കുടുംബത്തിലും സംഭവിക്കട്ടെ. തലച്ചോർ സംബന്ധമായ രോഗങ്ങൾ നീങ്ങട്ടെ, ഹാർട്ട് സംബന്ധ രോഗം മാറട്ടെ, ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി രോഗം മാറട്ടെ, പാപശക്തികൾ വിട്ടുപോകും, പൈശാചിക ബന്ധനം വിട്ടു, തടസ്സങ്ങളെല്ലാം മാറിപ്പോകും, അന്ധകാരം മുഴുവൻ നിറയട്ടെ. ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.